നമ്മളിപ്പം ഇൻകം ഫ്രം സാലറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇല്ലസ്ട്രേഷൻ 35 ആണ്. ഇത് നമ്മളുടെ RFA റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചുള്ളത് ഡേയ്സിലാണ് തന്നിട്ടുള്ളത്. ഡേയ്സിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടോട്ടൽ RFAന് ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമൺ മെഷറിലേക്ക് ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്, മിസ്റ്റർ മനോജ്, an employee of TCS, was transferred from Chennai to Mumbai. The company arranged a stay in hotel for 50 days and thereafter he was shifted to a house owned by the company. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ RFA അല്ലെങ്കിൽ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പം ട്രാൻസ്ഫറിൻ്റെ ടൈമിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഹോട്ടൽസ്. അപ്പോൾ അതിനെ ഹോട്ടലിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെന്തും അവിടെ ഡേയ്സിനാണ് 15 ഡേയ്സിന് എബോവ് ആണെന്നുണ്ടെങ്കിൽ പെർക്വിസിറ്റായിട്ട് മാറും. ബിലോ 15 ഡേയ്സ് ആണ് ഒരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ കൊടുക്കുന്നതെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നീണ്ടായിരിക്കും. 15 ദിവസത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ. ഇവിടെ 50 ഡേയ്സ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പെർക്വിസിറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇഫ് എനി. അതിൽ റൂം റെൻ്റ് ഓഫ് ഹോട്ടൽ തന്നിട്ടുണ്ട് 200 പെർ ഡേ. ഓക്കെ, ഒരു ദിവസം 2000 രൂപ വെച്ചിട്ടാണ്. സാലറി എന്ന് പറയുന്നത് 7,30,000 ആണ്. ദ എംപ്ലോയർ റിക്കവർ 200 പെർ ഡേ ഫ്രം മിസ്റ്റർ മനോജ് ഫോർ ദ പീരീഡ് സ്റ്റേ ഇൻ ഹോട്ടൽ. 200 രൂപ വെച്ചിട്ട് റിക്കവർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ 2000 പെർ ഡേ വെച്ച് 50 ഡേയ്സിലേക്കാണ് ഇയാൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോട്ടലിലാവുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ചെവർ ഈസ് ലെസ്. ഇതാണ് പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ 24% ഓഫ് സാലറി, RFAൻ്റെ സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സാലറി മാത്രമേ തന്നിട്ടുള്ളൂ, ബേസിക് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ 24% നമ്മൾ കാണാണ് വേണ്ടത്. ഇനി ഇവിടെ എടുത്ത് നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 7,30,000 24% കണ്ടാൽ ഇൻറ്റു ഡേയ്സിലേക്ക് നമ്മൾ കാണണം. 50/365 നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 24,000 കിട്ടും. ദെൻ 200 പെർ ഡേ വെച്ചിട്ട് 50 ഡേയ്സിലേക്കുള്ളത് നോക്കുമ്പോൾ 1 lakh കിട്ടും. സോ ലെസ്സർ എമൗണ്ട് എന്ന് പറയുന്നത് 24,000 ആണ്. ദെൻ പെർക്വിസിറ്റ് ആവുന്ന സമയത്ത് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി എന്ന് പറയുന്നത് നമുക്ക് ലെസ് ചെയ്യാവുന്നതായിട്ടാണ്. അതായത് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർക്വിസിറ്റിൻ്റെ വാല്യൂ അത് നമുക്ക് ലെസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 200 രൂപ വെച്ചിട്ട് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 200 പെർ ഡേ ഇൻറ്റു 50 ഡേയ്സ് എന്ന് പറയുമ്പോൾ 10,000 നമുക്ക് പെർക്വിസിറ്റിൻ്റെ വാല്യൂന്ന് ലെസ് ചെയ്യാം. ബാക്കി ടാക്സബിൾ പെർക്വിസിറ്റി എന്ന് പറയുന്നത് 14,000 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേയ്സും കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ആൻഡ് അതുപോലെ ഇത് 15 ദിവസത്തിന് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നീലായിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ 38 ചെറിയൊരു പ്രോബ്ലമാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് സാലറി 3,50,000, ഡിയർനെസ് അലോവൻസ് അത് ഇൻക്ലൂഡബിൾ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എൻ്റയർ എമൗണ്ടും എന്തിലേക്ക് പോകും, നമ്മളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് പോകും. 2 lakh. പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് ആണ്. അതിൽ കോൺട്രിബ്യൂഷൻ ബൈ ദ എംപ്ലോയർ 1 lakh ആണ്. അപ്പോൾ അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആവുന്ന സമയത്ത് സാലറീൻ്റെ 12% കൂടുതലാണ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ എക്സസ് എമൗണ്ട് ടാക്സബിളായിട്ട് മാറും. അപ് ടു 12% വരെയാണ് ടാക്സ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് നോക്കണം. ഈ 1 lakh എന്ന് പറയുന്നത് സാലറീൻ്റെ 12% കൂടുതലാണെന്ന് നോക്കണം. ഞാൻ പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ബൈ മിസ്റ്റർ എക്സ് ഉണ്ട്. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കിപ്പം ട്രീറ്റ്മെൻറ്റ് നിലവിലില്ല. അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതായിട്ടാണ്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഗ്രാൻറ്റഡ് ബൈ ദ എംപ്ലോയർ. ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് നമ്മൾ പെർക്വിസിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ് ടു 20,000 വരെ ടാക്സ് ഫ്രീ ആണ്. അതിനും കൂടുതലുണ്ടെങ്കിലാണ് ടാക്സബിളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ 20,000 ഉള്ളൂ. സോ അത് ടാക്സബിൾ അല്ല.
ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് മിസ്റ്റർ എക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ടാക്സബിളാണ്. എംപ്ലോയർ പേ ചെയ്തിരിക്കുന്നത് ടാക്സബിളാണ്. അതേസമയം ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ഉണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് അത് നമ്മളുടെ എംപ്ലോയിയുടെ പെർക്വിസിറ്റിൻ്റെ വാല്യൂനോട് കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഞാൻ ട്രാവലിംഗ് അലവൻസ് ഫോർ ഒഫീഷ്യൽ ടൂറ് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ ടൂറിനുള്ള ട്രാവലിംഗ് അലവൻസ് ആണ്. ദെൻ ഹൗസ് റെൻറ്റ് പെയ്ഡ് ബൈ മിസ്റ്റർ എക്സ്. ഹൗസ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറീൻ്റെ അണ്ടറിൽ വരുന്നതല്ല. മിസ്റ്റർ എക്സ് അയാളുടെ ഹൗസ് റെൻറ്റ് പേ ചെയ്തു എന്നാണ് പറഞ്ഞത്. HR ഇവിടെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു ഹൗസ് റെൻറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഹൗസ് റെൻറ്റ് എപ്പോഴും നമ്മൾ സാലറിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് HR പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയറാണ്, അല്ലെങ്കിൽ HR റിസീവ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ HR കാൽക്കുലേഷനിലേക്കാണ് നമ്മൾ ഈ ഹൗസ് റെൻറ്റ് എടുക്കേണ്ടത്. അല്ലാത്തത് എന്താണ്, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഭാഗമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എന്തൊക്കെ വരും? സാലറി, ബേസിക് സാലറി 3,50,000 ഉണ്ടാകും. ഡിയർനെസ് അലവൻസ് എൻറ്റയർ എമൗണ്ടും ടാക്സബിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ RPF കോൺട്രിബ്യൂഷനാണ് പിന്നെ നോക്കേണ്ടത്. അവിടെ പറഞ്ഞു 1 lakh ആണ് എന്ത് RPF കോൺട്രിബ്യൂഷനായിട്ട് എംപ്ലോയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സാലറീൻ്റെ ടോട്ടൽ സാലറി നിങ്ങൾ നോക്കുക, 3,50,000 2 lakh. ഡിയർനെസ് അലവൻസ് എൻറ്റയർ എന്താണ് ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഈ 5,50,000ൻ്റെ 12% കാണുക, ദാറ്റ് ഈസ് 66,000. ആ 66,000 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ലിമിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ് ടു ആ ഒരു 66,000 വരെയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിരുന്നു, ടാക്സബിൾ ആവൂലായിരുന്നു RPFലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ എത്ര ചെയ്തിട്ടുണ്ട്, എംപ്ലോയർ 1 lakh കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ടാക്സബിളായിട്ട് മാറും. 1 lakh മൈനസ് 66,000 എന്ന് പറയുമ്പോൾ 34,000 ടാക്സബിളായിട്ട് മാറും. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ടാക്സബിൾ ആണ്. അതേസമയം ഗ്രൂപ്പ് ഇൻഷുറൻസ് ടാക്സബിൾ പെർക്വിസിറ്റ് അല്ല. ഒരു എംപ്ലോയിൻ്റേത് മാത്രമേ നമുക്കത് ടാക്സബിളായിട്ട് മാറുന്നുള്ളൂ. ദെൻ ട്രാവലിംഗ് അലവൻസ് നില്ലാണ്. കാരണം എന്താണ്, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ ഹൗസ് റെൻ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എടുക്കേണ്ട കാര്യമാണ്. ഇത്രയാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. 3 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ലെസ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഇല്ലസ്ട്രേഷൻ 39 ആണ്. അവിടെ Mr. Govin is an employee in a public limited company in Hyderabad and he received the following benefit from the company. അതിൽ എന്തൊക്കെയാണുള്ളത്, സാലറി, ബോണസ്, ഒക്കെ സാലറീൻ്റെ പാർട്ട് തന്നെയാണ്. ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഓക്കെ. ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഇതൊക്കെ എന്താണ്, കമ്പനി അല്ലെങ്കിൽ എംപ്ലോയറാണ് ബില്ല് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സബിളാണ്. 40,000 എന്ന് പറയുന്നത് ടാക്സബിൾ പെർക്വിസിറ്റാണ്. ദെൻ RFൻ്റെ കാൽക്കുലേഷനിലാണ് അവിടെ കുറച്ച് ഐറ്റംസ് സെപ്പറേറ്റ് തന്നിട്ടുള്ളത്. ഒന്നാമത് ഫ്ലാറ്റ് അറ്റ് കൺസെഷണൽ റേറ്റ്. ഓക്കെ. കൺസെഷണൽ റേറ്റിൽ ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട് ഫോർ 10 മന്തിലേക്കായിട്ട്. അതിൻ്റെ റെൻറ്റ് 36,000 എംപ്ലോയർ പേ ചെയ്യുന്നുണ്ട്. പെർ മന്ത് വെച്ചിട്ട് 36,000 എംപ്ലോയർ പേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓണാണെന്ന് പറഞ്ഞിട്ടില്ല. ഫോർ 10 മന്തിൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓൺഡ് ബൈ എംപ്ലോയർ അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഹോട്ടൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ 2 months 1 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റ് കൊടുക്കുന്നത് കൂടാതെ 2 മാസത്തേക്ക് ഹോട്ടൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കൺസെഷണൽ റേറ്റിൽ വീട് കൊടുക്കുന്നു, 36 പെർ മന്ത് വെച്ചിട്ടാണ് അതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കേണ്ടത് 10% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജസ്, റെൻ്റൽ ചാർജസ് വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും അവിടെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ വരുന്നത്. അതേസമയം ഹോട്ടൽ റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഹോട്ടലിലാണ് സ്റ്റേ കൊടുക്കുന്നതെങ്കിൽ നോക്കേണ്ടത് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് ചാർജസ് വിച്ച് എവർ ഈസ് ലെസ്. നെക്സ്റ്റ് പറഞ്ഞത് റെൻ്റ് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. അതെന്ത് ചെയ്യേണ്ടതാണ്, ലെസ് ചെയ്യേണ്ടതായിട്ടാണ്. ടോട്ടൽ പെർക്വിസിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതായിട്ടാണ് എംപ്ലോയിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ പ്രൊവൈഡഡ് ഫോർ ഫ്ലാറ്റ് 2 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫ്ലാറ്റിൽ കോസ്റ്റ് ഓഫ് ഫർണിഷ്ഡ് ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്.
അത് നമ്മൾ എന്ത് ചെയ്യണം, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതിൻ്റെ അക്കോമഡേഷൻ്റെ വാല്യൂവിനോട് കൂടെ ആഡ് ചെയ്യാൻ വേണം. ഇത്രയാണ് RFA കാൽക്കുലേഷനിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ലാർജ് കാർ പ്രൊവൈഡ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ സാലറി 6,000 പെർ മന്താണ്. ക്വസ്റ്റ്യനിൽ എത്രയാണ് ഡ്രൈവറിൻ്റെ സാലറി തന്നാലും നമുക്ക് മാക്സിമം എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 900 പെർ മന്ത് വെച്ചിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഇത് കാണാനുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? ഒന്നാമത്തേത് സാലറി, ബോണസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽ അതും നമ്മൾ പറഞ്ഞു ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റാണ്. ഇനി RFA കാൽക്കുലേഷൻ നോക്കുക. RFAൻ്റെ കാൽക്കുലേഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞു കൺസെഷണൽ റേറ്റിൽ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കേണ്ടത് 10% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. ഇനി 10% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 7 lakhും 1,40,000. ഇതാണ് സാലറി. RFAൻ്റെ സാലറി എന്ന് പറയുന്നത് 8,40,000. അത് 10 മാസത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 മന്തിലേക്കുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ 10/12 ചെയ്താൽ 10 മാസത്തേക്കുള്ള സാലറി നമുക്ക് കിട്ടും. അതിൻ്റെ 10% വേണം. ഇതാണ് 10% ഓഫ് സാലറി. ഓക്കെ, 10% ഓഫ് സാലറിയും ഓർ ആക്ച്വൽ ചാർജസ് വിച്ച് എവർ ഈസ് ലെസ് ആണ് പറഞ്ഞത്. ആക്ച്വൽ ചാർജസ് 3,60,000 ആണ്. ലെസർ എമൗണ്ട് എന്ന് പറയുന്നത് 70,000. 70,000 കിട്ടിയത് എങ്ങനെയാണ്? 8,40,000 ഇൻറ്റു 10/12, 10 മാസത്തെ സാലറി ഇൻറ്റു 10%. ഓക്കെ, ഡയറക്റ്റായിട്ട് ഈ 7 lakhൻ്റെ മുകളിലല്ല നമ്മൾ 10% കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് ഹോട്ടലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഹോട്ടലിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കാണുന്നതിനെയാണ് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ലെസ്. 24% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര മാസത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്? ഫോർ 2 മന്തിലേക്കാണ് ഹോട്ടൽ റെൻറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹോട്ടൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8,40,000 ഇൻറ്റു 2/12 ആണ്. മറ്റേത് 10 മാസത്തേക്ക് കൊടുത്തത് കൊണ്ടാണ് 10/12. ഇത് 2 മാസത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് ഹോട്ടൽ സ്റ്റേ. സോ 2/12 ചെയ്യുക ഇൻറ്റു 24%. ഓക്കെ, അതാണ് 24% ഓഫ് സാലറി എന്ന് പറയുന്നത്. ഓർ ആക്ച്വൽ ചാർജസ് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വൽ ചാർജസ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, വിച്ച് ഈസ് ലെസ്. അപ്പോൾ അതിലേതാണ്? 33,600 തന്നെയാണ് ലെസർ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് 33,600. ഇതാണ് പെർക്വിസിറ്റിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇനി അതിനോട് കൂടെ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട് 2 lakh എന്ന് പറയുന്നത്. അപ്പോൾ 2 lakhൻ്റെ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യണം. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ ഫ്ലാറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്, പ്രൊവൈഡഡ് ഫോർ ഫ്ലാറ്റ്. അതായത് ഈ ഫർണിച്ചർ നമ്മൾ എത്ര മാസം യൂസ് ചെയ്തിട്ടുണ്ടാവുക? 10 മാസമാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് 2 lakhൻ്റെ 10% കാണുക ഇൻറ്റു 10/12, 10 മാസത്തേക്കുള്ളതാണ് നമ്മൾ കാണുന്നത് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അതാണ് 16,667. ദെൻ ഈ പെർക്വിസിറ്റിൻ്റെ വാല്യൂന്ന് റെൻറ്റ് റിക്കവേർഡ് ഫ്രം എംപ്ലോയി എന്നുള്ളത് ലെസ് ചെയ്യും. ഇതാണ് പെർക്വിസിറ്റിൻ്റെ വാല്യൂ 60,267. ഓക്കെ, അപ്പോൾ ഇതിൽ റെൻറ്റും ഹോട്ടലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റെൻറ്റലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 കാൽക്കുലേഷൻ വന്നിട്ടുള്ളത്. പ്ലസ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്തു, ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലാർജ് കാറാണ്. ലാർജ് കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഒഫീഷ്യൽ പാർട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഒന്നും സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ പേർപ്പസ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലാർജ് കാറാണെന്നാണ്. ലാർജ് കാർ ഓൺഡ് ബൈ എംപ്ലോയറാണ് പറഞ്ഞത്, പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നില്ല. 2,400 പ്ലസ് 900 പെർ മന്ത് ഡ്രൈവറിൻ്റെ സാലറിയാണ്. ഡ്രൈവറിൻ്റെ സാലറി ക്വസ്റ്റ്യനിൽ 6,000 തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് 900 പെർ മന്താണ്. സോ അത് ഇൻറ്റു 12 ചെയ്താൽ എന്ത് കിട്ടും? ലാർജ് കാറിൻ്റെ വാല്യുവേഷനും കിട്ടും. ഇതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇൻകം ഫ്രം സാലറി എത്ര എന്നുള്ളത് കിട്ടും.